എൻ്റെ പേര് നീണ്ട പേരാണ് ഷബീർ ഹസൻ നാഗൂർ. അതുകൊണ്ട് ലോകത്ത് ആർക്കും ആ പേരില്ലാത്തതുകൊണ്ട് തെറ്റിപ്പോകില്ല എവിടെ പോയാലും. ഞാൻ ബീച്ചിൽ തുടക്കക്കാരനായിരുന്നു. അവിടുന്ന് ഇങ്ങനെ ചാലപ്പുറത്ത് വേണം വിചാരിച്ചിട്ട് എല്ലാവരും ഇവിടുന്ന് പറയുന്നുണ്ട്, പോകാൻ അങ്ങോട്ട് പറ്റാത്തവരൊക്കെ. ചാലപ്പുറത്ത് തുടങ്ങുന്നത് വളരെ നല്ലൊരു ആശയമാണ് ഈ ഇപ്പം പ്രാവർത്തികമായത്. ഇത് മുന്നോട്ട് സ്നേഹത്തോടെ മുന്നോട്ട് പോകാം. എൻ്റെ അനുഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു 5 ബോൺ സ്പെഷ്യലിസ്റ്റ് ഓർത്തോപെഡിസ്റ്റിനെ കണ്ട് എന്താ പറ്റാണ്ടായപ്പോൾ ഒരാൾ പറഞ്ഞു 2 മുട്ട് മാറ്റി വെക്കണം എന്ന് പറഞ്ഞു. മുട്ട് മാറ്റി വെക്കുക. അപ്പം ഞാൻ അത് വിശ്വസിച്ചില്ല. അപ്പം അത് ആരെങ്കിലും ഒരു ഡോക്ടർ മുട്ട് മാറ്റി വെക്കണ്ട എന്ന് പറയുന്നവരെ ഡോക്ടർമാരെ കാണലായിരുന്നു. സ്ട്രക്ചറൽ എഞ്ചിനീയർ ആകുന്ന ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ പാഞ്ഞു കയറും. ലിഫ്റ്റ് ഉപയോഗിക്കാറില്ല. പണ്ടേ അങ്ങനെയാണ് എൻ്റെ ഒരു ശീലം. ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ ഞാൻ ചെയ്തത് അപ്പുറത്തെ മലബാറിൻ്റെ. ഇങ്ങനെ എല്ലാ ഹൈറൈസ് ബിൽഡിങ് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പം ഇങ്ങനെ കയറിയാണ് എൻ്റെ മുട്ട് പോയത്. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വജ്രാസനത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് പൊന്താൻ പറ്റില്ല. എനിക്ക് പിടിക്കണം. ഇപ്പം എനിക്ക് ശരിക്കും പൊന്താം. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത്. ഇതെപ്പോൾ നിർത്തുന്നോ ഞാൻ നിലത്തിരുന്നു പോകും. പിന്നെ എല്ലാവരും വരേണ്ടി വരും, ആരെങ്കിലും വരേണ്ടി വരും എന്നെ പൊന്തിക്കാൻ. അപ്പോൾ അത് വേണ്ടല്ലോ, നമ്മളെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യുന്നത്. 5 ഓർത്തോപീഡിക്കാരൻ പറഞ്ഞിട്ട് മുട്ട് മാറ്റാതെ സലാഹുദ്ദീൻ സാർ എന്നൊരു വലിയ മനുഷ്യൻ്റെ കരുണ കൊണ്ട് ഞാനിപ്പം മുട്ട് മാറ്റാതെ ഓടി നടക്കുന്നു. വയസ്സ് 64. 64-ാം വയസ്സിൽ ഞാൻ മുട്ട് മാറ്റിയിട്ട് ഇനി എത്ര കൊല്ലം നിൽക്കുമെന്നറിയില്ല. 5-10 ലക്ഷം റുപ്യൻ്റെ ചെലവുണ്ടെന്നാണ്. അപ്പോൾ എൻ്റെ അനുഭവം മാത്രമാണ് പറഞ്ഞത്. ഞാൻ പൊക്കി പറഞ്ഞതോ താത്തി പറഞ്ഞതൊന്നുമല്ല. ഈ മുട്ടുവേദന വെച്ചിട്ടായിരുന്നു ഞാൻ തുടക്കത്തിൽ വന്നത് അവിടെ ബീച്ചിൽ. ആ സമയത്ത് എനിക്ക് അന്ന് ഞാൻ നല്ലോണം ബുദ്ധിമുട്ടിയിരുന്നു. എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷേ ദൃഢനിശ്ചയം പിടിച്ചു നിന്ന് ഞാൻ. ഇപ്പം എനിക്കിത് ഞാൻ പിടിയിട്ടില്ലേ, മറ്റേ പണി ഇരുന്ന് നിസ്കരിക്കേണ്ട ഗതി വന്നിരുന്നു. അതും ഒഴിവായി. സുഖമായി എണീറ്റ് നിൽക്കാൻ പറ്റുന്നത് എനിക്ക് ഇതൊരു നല്ല കാര്യമല്ലേ. 10 ലക്ഷം റുപ്യ എനിക്ക് ആദായം കിട്ടും. താങ്ക് യു.